മയിൽ ഇതൊരു കോമൺ തെറിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇത് ഉപയോഗിക്കും. എന്താടാ മയിലേ, പോടാ മയിലേ, നിക്കടാ മയിലേ, ന്റെ പൊന്നു മയിലേ, അങ്ങനെ തുടങ്ങി ഹാർഡായിട്ടും ക്യൂട്ടായിട്ടും ആൾക്കാരുടെ പേരിന് പകരം വരെ ഈ തെറി ഉപയോഗിക്കാറുണ്ട്. തെറികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള തെറി ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഇതിന് തന്നെ ആയിരിക്കും. എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്, ഒരു സെന്റൻസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു 4 തെറിയെങ്കിലും അവർക്ക് മിക്സ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിലും വലിയ വലിയ തെറികളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഇതൊക്കെ മിക്സ് ചെയ്ത് വളരെ കൂളായിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ അവരുടെ അടുത്ത സുഹൃത്തിനെ എടക്കുട്ട എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ചിലർ അവരുടെ പാർട്ട്ണറിനെ നിന്റെ അപ്പന്റെ നിന്റെ അമ്മയുടെ എന്നൊക്കെ കൂട്ടി വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് പോയി കുളിച്ചിട്ട് വരാൻ തോന്നും. ചില ആൾക്കാർ അടി ഉണ്ടാക്കുമ്പോൾ മത്സരിച്ച് തെറി പറഞ്ഞ് തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കും. ചിലതൊക്കെ മറ്റേ ശിലായുഗത്തിലെ തെറികളായതുകൊണ്ട് മനുഷ്യന്മാർ കേട്ടിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പകുതി മനസ്സിലാവതും പോലും ഇല്ല. ഈ തെറികളോട് നിങ്ങൾക്ക് അഗാധമായ അടുപ്പമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉപയോഗിക്കുക. അല്ലാതെ 10 വീതം 4 നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ബ്യൂട്ടി അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. ഈ പോലീസുകാരൊക്കെ തെറി വിളിക്കുന്ന കണ്ടിട്ടില്ലേ? പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ ഞാനത് പോലീസുകാരനോട് പറഞ്ഞിട്ട് പോലീസുകാരൻ അവനെ നല്ല തെറി വിളിച്ചു. ആ പോലീസുകാരനെ എനിക്ക് സല്യൂട്ട് അടിക്കാൻ തോന്നി. അതുപോലെ വേണം തെറി വിളിക്കാൻ. അങ്ങനെ കാണികളെ ഹരം കൊള്ളിക്കും വിധം തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തെറിക്കൊക്കെ മറ്റുള്ളവർ അംഗീകാരം തരും. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും കണ്ടതിനും കാണാത്തതിനും നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതാണ്, ചുറ്റുപാട് ഏതാണ്, ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാർ ഏതാണെന്ന് ഒന്നും നോക്കാതെ എല്ലായിടത്തും നിന്ന് തെറി വിളിച്ചാൽ നിങ്ങളെ എല്ലാവരും വെറും ഒരു അങ്ങനെ കാണത്തുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ഒരു 2 ആഴ്ച, ഒരു 14 ദിവസം നിങ്ങൾ ഒരു തെറിയും വിളിക്കത്തില്ലെന്ന് തീരുമാനിച്ചിട്ട് 15ാമത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും തെറി വിളിക്കുന്ന ഏതെങ്കിലും ഒരു സർക്കിളിൽ പോയി ഇരുന്ന് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ തെറികളുടെ ഏറ്റവും വൃത്തികെട്ട ഒരു വശം കാണാൻ പറ്റും. വഴക്കും പ്രശ്നങ്ങളും ഒന്നുമല്ല. ചിലർക്ക് ഈ തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തിന്റെ ഒരു ലാംഗ്വേജ് കൂടിയാണ്. അവർക്ക് ഏറ്റവും അടുപ്പമുള്ളവരെ മാത്രം തെറി വിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ വൺസ് നിങ്ങൾ ഇതൊന്ന് നിർത്തി കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലാവുള്ളൂ. ഒരിക്കലും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും കാലം നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിർത്തിയാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ തെറി വിളിക്കുന്ന സർക്കിളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പ്രൗഡ് തോന്നും. നിങ്ങളുടെ നാവിൽ ഇത് വഴങ്ങാത്ത പോലെ തോന്നും. സംശയം ഉണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ ഒരു 14 ദിവസം ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്ക്. 14 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് അംഗീകരിക്കുന്ന ഒരു കമന്റെങ്കിലും വരും. അത് പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഇത് കഥയല്ല, എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാ.